ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ റോസ്റ്റ് കറി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പുതിയൊരു മൺചട്ടി ചീൻചട്ടിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് ഫുള്ള് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടുമ്പോൾ ഞാൻ വെളുത്തുള്ളിയിലെ അതിലും മറ്റേ മുറിച്ചിട്ടാണ് എടുത്തത്, അല്ലാണ്ട് ചതയ്ക്കാൻ നിന്നിട്ട. അപ്പോൾ ഇങ്ങനെയും കൂടെ വെച്ച് നോക്കാനായിട്ട് ഇങ്ങനെ എടുത്തത്. അങ്ങനെ അതൊന്നും ഇട്ടതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ അതിലേക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊന്നും ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഇങ്ങനെ വാട്ടി കൊടുക്കുക. വാട്ടി കൊടുത്തതിന് ശേഷം ഇത് ഇഞ്ചി ഒരു ചെറുതായിട്ട് വാടി നമുക്ക് മനസ്സിലാവുമല്ലോ ഇടുമ്പോൾ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു 4-5 പച്ചമുളകും കൂടെ നടുക്കെ കീറിയതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 2 പട്ട പൊട്ടിച്ചതും 2 ഏലക്കയും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അതങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് തന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ആൾ കൂടുതലുണ്ട് കുറഞ്ഞലുണ്ടെങ്കിൽ കുറച്ചും കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇതായിപ്പോവും, മാറിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം നോക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 2 സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം സവാള ഇതൊന്നും അരിഞ്ഞ് വാട്ടി സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തന്നെ ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. ചിക്കനെല്ലാം വേവാൻ സമയം എടുക്കുമ്പോൾ അതും അതിൻ്റെ തന്നെ ബന്ധം കിട്ടിക്കോളും. അല്ലാണ്ട് വാട്ടിക്കൊണ്ടിരിക്കുന്നതിന് രണ്ടിനും 2 ടേസ്റ്റ് ഒന്നുമല്ല, എല്ലാത്തിനും ഒരേ ടേസ്റ്റ്. ഇങ്ങനെ ചെയ്താലും ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല. പിന്നെ ഞാനതൊന്ന് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ആ ഉള്ളിനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം ഉള്ളി ഒന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ആ വാടിയതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ആ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ തന്നെ ഞാൻ ഒരു 2 തക്കാളിയും കൂടെ മുറിച്ചിട്ട് അതിൻ്റെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് മുളക് പൊടി മല്ലിപ്പൊടിയെല്ലാം അല്ലാതെ ഒരു ഇതാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരികയിൽ തന്നെ. അങ്ങനെ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. റോസ്റ്റ് കറിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടാൽ അതിൽ തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിൽ വെള്ളം ഊറി വന്നോളും. നമ്മളിങ്ങനെ കട്ടി കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എന്നിട്ട് ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എല്ലാ വെള്ളവും വറ്റിയിട്ട് ഇതേപോലെ ചിക്കനിൽ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിനെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടി ഇട്ട് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിൽ 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ പൊടി പെട്ടെന്ന് കരിയാണ്ടിരിക്കാനും കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചെറിയൊരു കഷ്ണം ഉള്ളി മുറിച്ചതും 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ചിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ മൂത്തതിന് ശേഷം തീ ഓഫാക്കിയിട്ട് 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് ഈ ഉണ്ടാക്കി വെച്ച ചിക്കൻ മിക്സ് കറിയിലേക്ക് ഈ പൊടി ഐറ്റംസും കൂടെ എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ മിക്സായി ഇത് കുറുവി വന്നതിന് ശേഷം തന്നെ അതിലേക്ക് ഇത് കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തതും 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ വെറുതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.